മക്കളെ ഇന്ന് നമുക്ക് വനന്തരപ്പിള്ളിയിൽ നിന്ന് എത്തിയിരിക്കുന്ന കണ്ടോ സുമുഖരും സുന്ദരിമാരും സുന്ദരന്മാരായിട്ടുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇവർ ആരെന്നറിയണ്ടേ? അത് ഈ ഡോക്ടറോട് ചോദിക്കാം നമുക്ക്. ഡോക്ടറെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താ? കോസ്മിക് നേച്ചുറോപ്പതി, വരന്തരപ്പള്ളി, തൃശ്ശൂരാണ് സ്ഥലം. കണ്ടോ? അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ ഒരു ടീമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആ ഡോക്ടറെ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ആള് വളരെ സുന്ദരനാണ്, സുഗമനാണ്, ആരോഗ്യവാനാണ്. അങ്ങനെയുള്ള ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ ആരെങ്കിലും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചികിത്സയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ചികിത്സ കൂടാതെ തന്നെ അസുഖം മാറും. ഇനി ആ കൂട്ടത്തിൽ വന്ന ടോട്ടൽ എത്ര പേര് നിങ്ങൾ? 10 പേര്. ഇത് കണ്ടോ, 16 ദിവസമായിട്ടുള്ളൂ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത്. ഇത് ഒരു പ്രൊഫസറാണ്, വിദേശത്ത് വർക്ക് ചെയ്തായിരുന്നതാണ്. അപ്പോൾ 16 ദിവസം കൊണ്ട് 56 വയസ്സുകാരൻ 16 വയസ്സുകാരനായി മാറി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാൻ ആ സ്ഥാപനത്തിൻ്റെ മിടുക്കെന്താന്ന്. മാഡം എന്താ ചെയ്യുന്നത് പറഞ്ഞേ? ഹൗസ് വൈഫ്, കലാകാരിയാണ് ആൾ, കുടുംബ കലാകാരി. മാഡം ലോയർ എന്നല്ല പറഞ്ഞേ. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യണേ? മുംബൈ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടേക്ക്? ഓക്കെ, മാഡം എന്ത് ചെയ്യണേ? ഹൗസ് വൈഫ്. പിന്നെ മാഡം, മക്കളെ ഇത് കണ്ടോ, ഇത് നമ്മളുടെ ആ ഫിലിം സീരിയൽ നടിയില്ലേ, പക്ഷേ ഇത് സീരിയൽ നടിയല്ല കേട്ടോ, പക്ഷേ അതേ റോള് ഏറ്റെടുക്കുന്ന ഒരാളാണ്. പിന്നെ MA ലിറ്ററേച്ചർ കണ്ടോ, ആ ചിരി കണ്ടോ. ഇനി അടുത്തത് പേര്? ആ പേര്? ഓക്കെ, എന്താ വർക്ക് ചെയ്യണേ? ഓക്കെ, മാഡം? കണ്ട മക്കളെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ദിവ്യത്വം ആ പ്രസൻസിന് തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിനെ നമുക്ക് 100 മാർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആലോചിക്കണം, ആ ഡോക്ടറെ അടുത്തൊക്കെ ഇവർക്ക് പോകേണ്ട ആവശ്യം എന്താണ്. അടുത്തതാരാ? ഓക്കെ, എന്താ വർക്ക് ചെയ്യണേ? അടുത്ത സുന്ദരി വന്നേക്കണേ, രതിക. എന്താ വർക്ക് ചെയ്യണെന്ന് പറഞ്ഞേ? ആ ഉണ്ട്, ഇവിടെ ഒന്നല്ല വർക്ക് ചെയ്യണേ. ഇതിനു വേണ്ടി വന്നതാണോ? നമ്മുടെ വനന്തരപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നാച്ചുറോപ്പതി ടീമിൻ്റെ ഡോക്ടർ അദ്ദേഹമാണല്ലോ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ നാച്ചുറോപ്പതി ചികിത്സയുടെ ഭാഗമായിട്ട് അത് കംപ്ലീഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് ഇവിടത്തെയും ഒരു ഭാഗം അതിൽ ചേരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.